കാട് കയറി നശിക്കുന്നു കോവിഡ് ഐസൊലേഷൻ വാർഡ് കെട്ടിടം. നീലേശ്വരം താലൂക്ക് ആശുപത്രിക്ക് സമീപം റോഡരികിൽ നിർമ്മിച്ച കെട്ടിടമാണ് കാട് കയറി നശിക്കുന്നത്. കോവിഡ് വ്യാപന സമയത്ത് ഓരോ നിയോജക മണ്ഡലത്തിലും ഇത്തരത്തിൽ ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിച്ചിരുന്നു. തൃശൂർ ആസ്ഥാനമായ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനായിരുന്നു നിർമ്മാണ ചുമതല. സർക്കാർ ഒരു കോവിഡ് ഐസൊലേഷൻ പ്രവർത്തനങ്ങൾക്ക് 1 കോടി രൂപയാണ് നീക്കിവെച്ചത്. കോവിഡ് ബാധിതരെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തി പ്രത്യേകം ചികിത്സ ഉറപ്പുവരുത്തുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ മിക്കതും ഇന്നും പൂർത്തിയായിട്ടില്ല എന്നതാണ് സത്യം. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ ഐസൊലേഷൻ പ്രവർത്തിക്കാൻ ലക്ഷ്യമിട്ടത് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലായിരുന്നു. എന്നാൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായിട്ടില്ല എന്നു മാത്രമല്ല, ആശുപത്രി കോമ്പൗണ്ടിലെ സ്ഥലം പോയത് മിച്ചം. എന്തുകൊണ്ടാണ് കെട്ടിടം പൂർത്തിയാകാതെ കാടുമൂടി നശിക്കുന്നതെന്ന ചോദ്യത്തിന് അധികൃതരും കൃത്യമായ മറുപടി ഒന്നും തന്നെയില്ല. കെട്ടിടം പൂർത്തിയായ പലയിടത്തും ആശുപത്രികൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ കെട്ടിട സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നീലേശ്വരം താലൂക്ക് ആശുപത്രി ഐസൊലേഷൻ വാർഡ് കെട്ടിടം ആർക്കും പ്രയോജനമില്ലാതെ കാട് കയറി കിടക്കുകയാണ്. കോവിഡ് ഐസൊലേഷൻ വാർഡിന്റെ ഭാഗമായി ലഭ്യമായ 10ഓളം കിടക്കകൾ ആശുപത്രിയിലെ വയോജനങ്ങളുടെ വാർഡിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് ആശുപത്രിക്ക് ഗുണകരമാകുന്ന വിധത്തിൽ കെട്ടിടം ഉപയോഗപ്പെടുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.